നമ്മുടെ ഉപ്പ ഒരു പതിവായിട്ട് നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടർന്ന് കൊണ്ടുപോകാൻ മക്കൾ ശ്രമിക്കുക എന്നുള്ളത് ബിറുൽ വാലിദീനിൽപ്പെട്ടാണ്. നമ്മളെ ഉപ്പ പതിവായിട്ട് പള്ളിയിലേക്കോ മദ്രസകളിലേക്കോ എത്തിങ്ങാനങ്ങളിലേക്കോ അതല്ലെങ്കിൽ പാവപ്പെട്ടവർക്കൊക്കെ ഒരു ദാനം നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ മക്കളെ തടയാൻ പാടില്ല. കഴിവതും എന്ത് ചെയ്യണം, ഉപ്പയുടെ കാലശേഷവും അത് തുടർന്ന് കൊണ്ടുപോകാൻ നോക്കണം. കഴിയാതെ ഒരാൾ പ്രയാസപ്പെടുകയാണെങ്കിൽ വേറെ വിഷയം. മനഃപൂർവ്വം നമ്മൾ തടഞ്ഞാൽ അപകടമാണ്. ഈ തോട്ടക്കാരന് സംഭവിച്ചതുപോലെയുള്ള വലിയ പരീക്ഷണങ്ങൾ ചിലപ്പോൾ ബാധിക്കും. അത് വസീയത്ത് ചെയ്യുകയോ വഖഫ് ചെയ്യുകയോ ചെയ്താൽ അതിന് നിർബന്ധമാണ്. അല്ലാത്ത ഐച്ഛിക വിഷയങ്ങൾ തന്നെ പതിവായിട്ട് ചെയ്യുന്നത് പിതാവോ മാതാവോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മക്കൾ അതെന്ത് ചെയ്യാൻ നോക്കണം, അത് തുടരാൻ വേണ്ടി നോക്കണം. അതാ നമുക്ക് നന്മ ലഭിക്കുന്നതുമാണ് മാതാപിതാക്കളോടുള്ള ഒരു കടമ കൂടിയാണ്. എത്രത്തോളം അവര് മാത്രം അറിയുന്ന ചില ബന്ധങ്ങൾ ഉണ്ടാവും, അതുപോലെ നമ്മൾ ചേർക്കാൻ നോക്കണം. ഒരു ഉമ്മയോടുള്ള നമ്മുടെ കടമ, അവരെ മരണശേഷമുള്ള കടമകളിൽ പെട്ടതാണിത്. അവരുടെ ബന്ധങ്ങൾ നമ്മൾ ചേർക്കണം. അവരെ കൂട്ടുകാരെ കാണുമ്പോൾ നമ്മൾ ആദരിക്കണം. ഒരിക്കലും ഇങ്ങനെ ഒരുപാട് സാബിൽ ചെറുപ്പക്കാരെ കൂടുതൽ വലിയ പണ്ഡിതർക്കായി താപീയങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരുമിച്ചിട്ട് അവരിങ്ങനെ പോകുമ്പോ ഒരു അറാബ് ഇങ്ങനെ വന്നു. സാധാരണക്കാരൻ ഒരു ഗ്രാമീണനായ കൃഷിക്കാരനായ അറാബി. അദ്ദേഹത്തെ കണ്ടതോടുകൂടി ഇബ്നു മദ്ദാൻ ഭയങ്കരമായിട്ട് ആദരിച്ചു. തന്റെ പുതിയൊരു തലപ്പാവെടുത്തിട്ട് അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഭയങ്കര ആദരവ്. അവര് സാധാരണ അപ്പുറത്തുള്ള റെസ്പെക്ട് കണ്ടപ്പോ ശിഷ്യന്മാരിൽ താപീയങ്ങൾ എന്താണ് ഇപ്പൊ ഈ വധു ഈ അറബിയങ്ങൾ ഇങ്ങനെ ആദരിക്കാൻ കാരണം? അദ്ദേഹം പറഞ്ഞത്, എന്റെ ഉപ്പ ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് അദ്ദേഹം ഞങ്ങൾ വീട്ടിൽ വരാറുണ്ടായിരുന്നു. എന്റെ ഉപ്പ അദ്ദേഹത്തെ ആദരിക്കാറുണ്ടായിരുന്നു. ആ ആദരവാണ് മകൻ തുടർന്നു കൊണ്ടുപോകുന്നത്. അപ്പൊ അത് നമ്മുടെ മാതാപിതാക്കളോടുള്ള ഒരു കടമ കൂടിയാണ്.